അമേരിക്ക ഇപ്പോൾ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. കാരണം അമേരിക്കയിൽ ഇപ്പോൾ കണ്ടിന്യൂസ്ലി വരുന്ന പ്രകൃതിക്ഷോഭങ്ങൾ, ആദ്യം നമ്മൾ തീ കണ്ടു, അതിനുശേഷം ചുഴലിക്കാറ്റ് കണ്ടു, ഇപ്പോഴിത് അവിടെ ഒരു പേമാരി, അങ്ങനെ പല പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ അമേരിക്കയിൽ വരികയും ആ ഒരു വരവിന്റെ പ്രത്യാഘാതം എന്നോണം അമേരിക്കയുടെ ഒരു സാമ്പത്തിക സ്ഥിതി തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം നമുക്കറിയാം, ഈ കാട്ടുതീ മൂലം ഒരുപാട് നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പരിധി വരെ ഇപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകശക്തിയാണ്, സാമ്പത്തികമായിട്ട് ഒരുപാട് മുന്നോട്ട് നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധി, പക്ഷേ ആ കാട്ടുതീയിലൂടെ ഉണ്ടായ നഷ്ടങ്ങൾ പരിഹരിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇത്രയും വലിയ സാങ്കേതിക വിദ്യയിൽ മുന്നോട്ട് നിന്നിട്ട് പോലും ആ കാട്ടുതീയുടെ നഷ്ടങ്ങൾ അവർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെന്നൊരു വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാട്ടുതീയും അതുപോലെ ചുഴലിക്കാറ്റ്, അങ്ങനെ പല പ്രശ്നങ്ങളിലൂടെയും അമേരിക്ക നേരിടുമ്പോൾ വലിയ രീതിയിൽ ജനങ്ങൾക്കും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഓരോ തീരുമാനങ്ങളും അദ്ദേഹം കൈക്കൊണ്ട് മറ്റ് രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള നയങ്ങളും അദ്ദേഹത്തിൻ്റെ നടപടികളും എല്ലാം തന്നെ ഇപ്പം ജനങ്ങളെ വലിയ രീതിയിൽ വലയ്ക്കുകയാണ്. അതെ, മാത്രമല്ല ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി മുന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു ഭവിഷ്യത്തുകൾ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾക്ക് തന്നെ ഒരു ഭീഷണി ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട് ആഗോള വ്യാപാരത്തിലെ പ്രധാനപ്പെട്ട ഘടകം തന്നെ അമേരിക്കയാണ്. അതെ, അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വരുന്ന ഒരു തകർച്ച, പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഈ പൈസയുടെയൊക്കെ മൂല്യം നിർണ്ണയിക്കുന്നത് തന്നെ ഡോളറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ഡോളറിനുണ്ടാകുന്ന തകർച്ച, അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ഒരു തകർച്ച എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വരെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ അമേരിക്കയായിട്ട് എല്ലാ ലോകരാജ്യങ്ങളും വ്യാപാരത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ട്രംപ് കൂടുതലും താരിഫ് നിയമങ്ങൾ മാറ്റുന്നതും അമിതമായിട്ടുള്ള നികുതി ഏർപ്പെടുത്തുന്നതും എല്ലാം വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അത് തന്നെ ജനങ്ങളെ തന്നെ വലിയ രീതിയിലുള്ള ആശങ്കകളാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ ആഗോള വ്യാപാരത്തിന്റെ ഒരു ഘടനയെ തന്നെയാണ് ട്രംപ് ശരിക്കും വെല്ലുവിളിക്കുന്നത്. അതെ, മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനപ്പുറം അവിടെ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക തകർച്ചയ്ക്ക് ലോകത്തിന് മുന്നിൽ പല രാജ്യങ്ങളും മുട്ടുകുത്തുമോ, ഇല്ലെങ്കിൽ അമേരിക്ക തന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഏത് രാജ്യമായിരിക്കും ഇനി ഉയർന്നു വരുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായിട്ട് പോലും യുദ്ധങ്ങള് ഇല്ലാതാക്കാനായിട്ട് അവര് ഒരിക്കലും ശ്രമിക്കുന്നില്ലെന്നുള്ളതാണ്. മാത്രമല്ല, ഈ യുദ്ധത്തിന്റെ പേരിൽ ഇവിടെ പകുതി സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭീഷണി നിലനിർത്തിയിട്ടുണ്ട്. പല സമ്പദ് വ്യവസ്ഥയെയും തകിടം മറിക്കാൻ ഈ യുദ്ധം കാരണമായിട്ടുണ്ട്. കാരണം വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ വരെ തകർക്കാൻ ചെറിയൊരു ബോംബ് കൊണ്ട് അവർ പരിശ്രമിച്ചിട്ടുള്ളവരാണ് അവരെല്ലാവരും. അപ്പം അത്തരത്തിലുള്ള യുദ്ധങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഈ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടുമായിരിക്കാം പ്രകൃതി തന്നെ അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി കൊടുക്കുകയാണെന്ന് നമുക്ക് പറയാം. കാരണം ഇപ്പൊ പല യുദ്ധങ്ങൾക്കും ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ അമേരിക്ക തന്നെയാണ്. അപ്പൊ അതിന് വഴി തെളിച്ചാൽ അവർക്ക് തന്നെ പ്രകൃതിയിലൂടെ തന്നെ ഒരു ശിക്ഷ കിട്ടുന്ന തരത്തിലൊക്കെ ആളുകൾ വിലയിരുത്തുന്നുണ്ട്. കാട്ടുതീ വന്നപ്പോൾ മെയിനായിട്ട് നമ്മളൊക്കെ പറഞ്ഞത് അത് തന്നെയാണ്. പ്രകൃതിയിലൂടെ വലിയ തിരിച്ചടിയാണ് അമേരിക്ക ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അമേരിക്കയ്ക്ക് ഇപ്പോൾ വലിയൊരു പേമാരിയാണ് അവിടെ മുങ്ങിത്താഴുന്ന ഒരു അവസ്ഥ വരുന്നത്. ആ ഒരു മുങ്ങിത്താഴുന്ന അവസ്ഥയിൽ അമേരിക്ക പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ സഹായം അവിടെ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല, അവിടെ തീപിടുത്തം ഉണ്ടായിരുന്ന സമയത്ത് കാനഡ പോലുള്ള രാജ്യങ്ങളാണ് അവിടെ ഏറെയും സഹായത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത്. ഫയർഫോഴ്സ് ആയിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഏറ്റവും കൂടുതൽ സഹായങ്ങൾ കൊണ്ടുവന്നത് കാനഡയായിരുന്നു. അപ്പൊ കാനഡയെ തകർക്കാൻ തന്നെ ഈ ട്രംപ് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഇപ്പൊ മറ്റ് പല രാജ്യങ്ങളുടെ മേലും ട്രംപിന്റെ കണ്ണുകൾ ഉണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവുമാണ്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പിന്നെയും സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന അമേരിക്ക പ്രബല ശക്തിയായി നിലനിൽക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. കാരണം അമേരിക്ക ഇപ്പോഴും സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നുണ്ട്, ഇല്ല ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടെന്ന് പറയുന്നത് നമുക്ക് അത്ഭുതകരമായിട്ട് തന്നെ തോന്നുകയാണ്. അപ്പൊ ഒരു അമേരിക്കയുടെ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് കണക്ക് കൂട്ടാൻ പോലും സാധിക്കില്ല. ഇവര് ലോകശക്തി ആയതുകൊണ്ട് തന്നെ പല രാജ്യങ്ങൾക്കും ഇപ്പം ആയുധപരമായിട്ടും അങ്ങനെ ഒരുപാട് ഇപ്പം ആഗോള വ്യാപാരത്തിനാണ് ഒരുപാട് സാമ്പത്തികമായിട്ട് അമേരിക്ക മുന്നിലാണ്. അപ്പം ഇതൊക്കെ ഇതൊക്കെ ഒരു തകർച്ചയിലേക്കാണോ പോകുന്നതെന്നാണ് ഇനി നമ്മൾ കാണേണ്ട ഒരു കാഴ്ച. അതെ, മാത്രമല്ല ഇപ്പോൾ ശതകോടീശ്വരനായ ഇലോൺ മസ്ക് ഉൾപ്പെടെ പല ആളുകളും പല ശതകോടീശ്വരന്മാരുമുള്ള ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക. അപ്പം അവിടെ സാമ്പത്തികമായ ഒരു ഞെരുക്കം സംഭവിക്കുകയും ഇല്ലെങ്കിൽ സാമ്പത്തികപരമായി അവിടെ അടിത്തറ ഇളകുകയാണെന്നുള്ളതെന്ന് പറയുന്നത് അവിടുത്തെ പല ബിസിനസ് സാമ്രാജ്യങ്ങളും തകർന്നു വീഴാനുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തവർ തന്നെ അതിനെ തകർച്ചയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതം മറ്റ് പല രാജ്യങ്ങളും
നോക്കി കാണേണ്ടിയിരിക്കുന്നു. അതെ, ട്രംപ് ഇപ്പോൾ രണ്ടാമത് അധികാരത്തിൽ ഏറിയതിനു ശേഷമാണ് ഇതുപോലെ അമേരിക്ക ഒരു വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ജനങ്ങളാണെങ്കിൽ പോലും വലിയ രീതിയിൽ വലയുകയാണെന്നാണ് റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള, ഇപ്പോൾ അവരുടെ ഒരു ആർഭാട ജീവിതം നയിച്ചിരുന്നവരൊക്കെ സാധാരണ ഒരു ജീവിതത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഇപ്പം അവരിപ്പോൾ വീടിൻ്റെ ഒരു മെയിൻ്റനൻസ് ആണെങ്കിലും അതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫുഡാണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആ ഒരു രീതിയിലൊക്കെ ഒരു ലിമിറ്റേഷൻ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചുരുക്കി പണം ചുരുക്കി ജീവിക്കുക എന്നുള്ളൊരു നിലയിലേക്ക് ആളുകൾ മാറുകയാണ്. അതെ, എന്താണെങ്കിലും ഈ ഒരു സമ്പദ് വ്യവസ്ഥ മൂലം നമ്മുടെ രാജ്യത്തിനകം നമ്മുടെ രാജ്യത്തിന് വരെ ഏതൊക്കെ പ്രതിസന്ധികൾ വരും എന്നുള്ളതെല്ലാം നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും ഒരു രാജ്യവും തകർച്ചയിലേക്ക് എത്തരുതെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ ഇനി അമേരിക്ക തിരിച്ചുവരവ് നടത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.